എ സെൽസ് ആൻ ആർട്ടിക്കിൾ ടു ബി അറ്റ് 20%. എ ബിക്ക് ഒരു ആർട്ടിക്കിൾ 20% ലാഭത്തിന് പ്രോഫിറ്റിലാണ് വിറ്റത്. ബി സെൽസ് ഇറ്റ് ടു സി അറ്റ് 50% ലോ. ബി എന്ത് ചെയ്യുന്നു? സിക്ക് അത് വിറ്റത് 50% ലോസിനാണ് വിറ്റത്, നഷ്ടത്തിനാണ് വിറ്റത്. ഇഫ് സി പേയ്സ് 510 rupees ഫോർ ഇറ്റ്. അപ്പം സി ഇതിന് എത്ര രൂപ കൊടുത്തു? 510 രൂപ ബിക്ക് കൊടുത്തു. ദെൻ എ പർച്ചേസ്ഡ് ഇറ്റ് അറ്റ്. എങ്കിൽ എ എത്ര രൂപയ്ക്കാണ് ഈ ആർട്ടിക്കിൾ മേടിച്ചതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എ ഒരു ആർട്ടിക്കിൾ ബിക്ക് വിറ്റു 20% പ്രോഫിറ്റ് ലാഭത്തിനും, ബി ആർട്ടിക്കിൾ 50% ലോസിന് സിക്ക് വിറ്റു. സി 510 രൂപയാണ് ബിക്ക് കൊടുത്തത്. എങ്കിൽ എ എത്ര രൂപയ്ക്കാണ് ഈ ആർട്ടിക്കിൾ വാങ്ങിയതെന്നാണ് ചോദ്യം. അപ്പോൾ അത് എ വാങ്ങിയതെന്ന് നമുക്കറിയില്ല, ബി എത്ര രൂപയ്ക്കാണ് എയുടെ കയ്യിൽ നിന്ന് വാങ്ങിയതെന്ന് നമുക്കറിയില്ല. അപ്പോൾ സി ടു ബി പേ 510. ഓക്കെ, അതായത് സി ബിക്ക് എത്ര രൂപ കൊടുത്തു? 510 രൂപ കൊടുത്തു. ഇവിടെ ബിയുടെ ലോസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് എത്രയാണ്? 50% ആണ്. കോസ്റ്റ് പ്രൈസ് ബി എത്ര രൂപയ്ക്കാണ് വാങ്ങിയതെന്ന് നമുക്കറിയില്ല. അവിടെ നമ്മൾ എക്സ് എന്ന വാല്യൂ കൊടുത്തു. അപ്പം എക്സ് ഇൻറ്റു ഇപ്പോൾ 15% എന്നാണല്ലോ. അപ്പോൾ ആ മൊത്തത്തിൽ നിന്ന് 15 കുറയ്ക്കുമ്പോൾ 85%. ലോസ് 15%. അപ്പം ആ 15 കുറയ്ക്കുമ്പോൾ നമുക്ക് ആൻസർ 85 എന്ന് കിട്ടും. ഓക്കെ, മൊത്തത്തിൽ നിന്ന് 15% കുറയ്ക്കുമ്പോൾ 85%. ആ വിലയുടെ 85% എത്ര? 510 എന്ന് പറയുന്നത്. അപ്പോൾ എക്സ് ഇൻറ്റു 85 ഡിവൈഡ് ബൈ 100 ഈക്വൽ ടു 510. അപ്പോൾ 85 എക്സ് ഈക്വൽ ടു 510 ഇൻറ്റു 100, എക്സ് ഈക്വൽ ടു 510 ഇൻറ്റു 100 ഡിവൈഡ് ബൈ 85. നമുക്ക് 600 എന്ന് പറയുന്ന വാല്യൂ കിട്ടുന്നു. ഓക്കെ, അപ്പോൾ ബി വാങ്ങിയ വിലയാണ് എത്ര? 600 രൂപ. ബി എത്ര രൂപയ്ക്കാണ് ആർട്ടിക്കിൾ വാങ്ങിച്ചത്? 600 രൂപയ്ക്കാണ് ആർട്ടിക്കിൾ വാങ്ങിച്ചത്. എയുടെ കയ്യിൽ നിന്നും ബി വാങ്ങിച്ചത് 600 രൂപയ്ക്കാണ്. എങ്കിൽ എ ടു ബി 20% ലാഭം കിട്ടിയെന്ന് പറഞ്ഞു. ഓക്കെ, എ ബിക്ക് ഇത് വിറ്റപ്പോൾ 20% ലാഭം കിട്ടി. അപ്പോൾ എ വാങ്ങിയ വിലയുടെ 20% ആണ് എത്രയെന്ന് പറയുന്നത്? 600 രൂപ എന്ന് പറയുന്നത്. ഓക്കെ, എ ആർട്ടിക്കിൾ എത്ര രൂപയ്ക്കാണ് വാങ്ങിച്ചത്? അതിൻ്റെ 20% പ്രോഫിറ്റാണ് ഈ 600 രൂപ, ഈ ബി വാങ്ങിച്ച വില എന്ന് പറയുന്നത്. അപ്പോൾ എയുടെ കോസ്റ്റ് പ്രൈസ് എത്രയെന്ന് നമുക്കറിയില്ല. ആൻഡ് പ്രോഫിറ്റ് നമുക്കറിയാം. എ വിറ്റ വിലയ്ക്ക് 20% പ്രോഫിറ്റ് കിട്ടിയെന്നറിയാം. അപ്പോൾ എക്സ് ഇൻറ്റു 100 + 20. മൊത്തം വിലയുടെ 20% കൂടുതൽ കിട്ടിയെന്നാണ് പറയുന്നത്. 100 + 20 ഡിവൈഡ് ബൈ 100. ഓക്കെ, 600 കിട്ടുന്നുണ്ട്. അപ്പോൾ 120 എക്സ് ഡിവൈഡ് ബൈ 100 ഈക്വൽ ടു 600. 20 എക്സ് ഈക്വൽ ടു 600 ഇൻറ്റു 100. എക്സ് ഈക്വൽ ടു 600 ഇൻറ്റു 100 ഡിവൈഡ് ബൈ 120. അപ്പോൾ നമുക്ക് 500 എന്ന് പറയുന്ന വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ 500ൻ്റെ 20% ആണ് 600 എന്ന് പറയുന്നതും, ആ 600ൻ്റെ 50% ലോസാണ് എത്ര? 510 എന്ന് പറയുന്നത്. ഓക്കെ.